DA സന്ദേശ വിവാദത്തിൽ പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സന്ദേശം അയച്ചതിൽ നിയമലംഘനമില്ലെന്നും സദ്ഭരണത്തിന്റെ ഭാഗമാണെന്നും ഹൈക്കോടതി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവർക്ക് നന്ദി സന്ദേശം അയക്കാനും സർക്കാരിന് ഹൈക്കോടതിയുടെ അനുമതി. പ്രതിപക്ഷം ഹൈക്കോടതിയിൽ പോയതുകൊണ്ടാണ് സർക്കാരിന് ഗുഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചത് എന്നായിരുന്നു മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള DA സന്ദേശം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം തള്ളിയ ഹൈക്കോടതി വിധിയിലെ സുപ്രധാന നിരീക്ഷണങ്ങൾ ഇങ്ങനെ. DA സന്ദേശത്തിൽ നിയമവിരുദ്ധതയില്ല. ക്ഷേമരാഷ്ട്രത്തിൽ നല്ല ഭരണനിർവഹണത്തിന്റെ ഭാഗമാണ് ജീവനക്കാർക്കുള്ള സർക്കാരിന്റെ സന്ദേശങ്ങൾ. DA സന്ദേശം സ്വകാര്യതയുടെ ലംഘനമല്ല. സ്പാർക്ക് ഡേറ്റ ചോർന്നിട്ടില്ല. DA സന്ദേശത്തിൽ രാഷ്ട്രീയവുമില്ല. ശമ്പളവും മറ്റാനുകൂല്യങ്ങളും സംബന്ധിച്ചാണ് സന്ദേശം. സ്പാർക്ക് വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയെന്നതിലും തെളിവില്ല. സർക്കാർ നടപ്പാക്കിയ ആനുകൂല്യങ്ങൾ ജീവനക്കാരെ അറിയിക്കുന്നതാണ് സന്ദേശം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിവരങ്ങൾ കൈമാറിയെന്ന് ബോധ്യപ്പെടുത്താൻ ഹർജിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. അത്തരം നിഗമനത്തിലേക്കെത്താൻ തക്കതായ തെളിവുകളുമില്ലെന്നും ഹൈക്കോടതി. പ്രതിപക്ഷ അധ്യാപക സംഘടനാ പ്രവർത്തകന്റെ ഹർജിയിൽ പ്രസക്തിയില്ലെന്നും ഹൈക്കോടതിയുടെ വിമർശനം. സർക്കാരിന്റെ തന്നെ ഭാഗമായ IT മിഷന്റെ കൈവശമുള്ള വിവരങ്ങൾ ഉപയോഗിച്ചാണ് സന്ദേശമയച്ചതെന്ന സർക്കാർ വാദം ഹൈക്കോടതി ശരിവച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവർക്ക് നന്ദി സന്ദേശം അയക്കാനും ഹൈക്കോടതി സർക്കാരിന് അനുമതി നൽകി. സർക്കാരിന് അനുകൂലമായ വിധിയിൽ പ്രതിപക്ഷത്തോട് നന്ദിയുണ്ടെന്ന് മന്ത്രി MB രാജേഷ്. സർക്കാരിനെതിരെ കോടതിയിൽ പോയി സർക്കാരിന്റെ സൽഭരണത്തിനുള്ള സർട്ടിഫിക്കറ്റും വാങ്ങി വന്ന പ്രതിപക്ഷത്തെ എങ്ങനെ മറക്കാനാവും? അതുകൊണ്ട് ഈ പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്ത ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.